നമസ്കാരം. മുണ്ടുരിയലിന് പിന്നാലെ ചീമുട്ടയേറും. കോൺഗ്രസ് ജന്മദിനാഘോഷത്തിന് കൊല്ലത്ത് ശുഭകരമായ തുടക്കം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കോൺഗ്രസ് വക്താവ് സ്ഥാനം രാജിവെച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ പേടിച്ചതു തന്നെ സംഭവിച്ചു. ഉണ്ണിത്താനെ കയ്യേറ്റം ചെയ്ത് മുണ്ടുരിയാൻ കാത്തിരുന്നവരിൽ നിന്ന് ഉണ്ണിത്താൻ രക്ഷപ്പെട്ടത് കഷ്ടിച്ച്. 2004 തിരുവനന്തപുരത്ത് നടന്നതിൻ്റെ തനി ആവർത്തനം. കെ മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ വാക്പോര് കൊല്ലത്ത് DCC ഓഫീസിന് മുന്നിലെ തെരുവ് യുദ്ധത്തിലേക്ക് നീണ്ടു. സ്ഥിരം തല്ലുകൊള്ളാൻ ഉണ്ണിത്താൻ്റെ ജന്മം ബാക്കി. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പുറത്ത് പോലീസുകാരിപ്പുണ്ട്, അവരോട് അകത്ത് കയറി വരാൻ പറ. അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി. എന്തുവാണ്? അടികിട്ടി, ഇടികിട്ടി, തൊഴി കിട്ടി, പിടിച്ചു കെട്ടി പോരാൻ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ, അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി. എന്തുവാണ്? ഈ ഓഫീസിന്റെ വാതിക്കൽ മാരകായുധങ്ങളുമായി മദ്യപിച്ച് മതോന്മത്തരായ ഗുണ്ടകൾ, ഏതാനും ചില മുരളിയുടെ ശിങ്കിടികളുമുണ്ട്. ആ ശിങ്കിടികൾ ഗുണ്ടകളെ ഉപയോഗിച്ചു. ആ ഗുണ്ടകളാണ് 2004 പോലെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ചീമുട്ട എറിഞ്ഞത്, എൻ്റെ ശരീരത്തെ മാരകമായി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം മാരകമായ ആക്രമണത്തിൽ ഞാൻ രക്ഷപ്പെട്ടെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ പ്രസിഡൻ്റ് മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ ഈ ഗുണ്ടകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ ഗേറ്റ് ചവിട്ടി പൊളിച്ച അകത്ത് കയറിയത്. ആദ്യം പൂട്ടിയിട്ടിരുന്നാണ്. ആള് വരുന്നുണ്ട്, അച്ഛന്റെ കോള് വരുന്നുണ്ട്. ആള് വരുന്നുണ്ട്, അച്ഛന്റെ കോള് വരുന്നുണ്ട്. ആള് വരുന്നുണ്ട്, ഇടിയുടെ ആള് വരുന്നുണ്ട്. പിന്നെയും അച്ഛന് ഇടിയുടെ കോള് വരുന്നുണ്ട്. ഇന്നും ജാതകബലം കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നെ വധിക്കാനാണ് ശ്രമിച്ചത്. എന്നെ കൊല്ലുമെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് മുരളീധരൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എവിടെങ്കിലും വെച്ച് 14 ജില്ലയിൽ എവിടെങ്കിലും വെച്ച് എന്നെ കൊന്നിരിക്കും. ഞാൻ മരിക്കാൻ തയ്യാറാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഞാൻ മരിച്ചു വീഴാൻ തയ്യാറാണ്. ഇഡ്ഡലിയുണ്ട്, അച്ഛന്റെ മുതുകത്ത് ഇഡ്ഡലിയുണ്ട്. അച്ഛന്റെ മേലാകെ ഇഡ്ഡലിയുണ്ട്, അച്ഛന്റെ മുതുകത്ത് ഇഡ്ഡലിയുണ്ട്. അടയുണ്ട്, വടയുണ്ട്, പപ്പട വടയുണ്ട്. എന്നെ കൊല്ലം ജില്ലയിലെ സകല മാധ്യമ പ്രവർത്തകരും വിളിച്ചു. അവർ പറഞ്ഞു, ഉണ്ണിത്താൻജി ഈ യോഗത്തിന് വരരുത്, വന്നാൽ കൈകാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു, ആരെന്നെ വിലക്കിയാലും ഈ യോഗത്തിന് വരും. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുതിച്ചിടും. മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മരിച്ചാണ്. പേടിച്ച് ഞാൻ വീട്ടിയിരിക്കില്ല. ആ ഗുണ്ടകളാണ് 2004 പോലെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ചീമുട്ട എറിഞ്ഞത്. വന്നു പറഞ്ഞു, കൊല്ലം SN കോളേജിൽ വെച്ച് തല്ലുകൊണ്ട് തുടങ്ങിയതാണ് ഉണ്ണിത്താൻ. എതിരാളികളെ നേരിടാൻ KSUക്കാർ ഏർപ്പാടാക്കിയ സംഘം ഉണ്ണിത്താനെ തന്നെ തല്ലാൻ വന്നു. എതിരാളികൾ കൂടുതൽ കാശ് കൊടുത്തതാണ് കാരണം.
അന്നു മുതൽ ഉണ്ണിത്താൻ്റെ പിന്നാലെ കൂടിയ കൂലിത്തല്ലുകാർ ഇതുവരെ വിട്ടിട്ടില്ല. 2004 തിരുവനന്തപുരത്ത് വെച്ച് മുരളീധരൻ്റെ അനുയായികൾ ഉണ്ണിത്താനെ മുണ്ടുരിഞ്ഞു വിട്ടതാണ്. കൊല്ലത്ത് വീണ്ടും മുണ്ട് പോകുമെന്ന് ഭയന്ന് അഡീഷണൽ മുണ്ടും കൊണ്ടാണ് ഉണ്ണിത്താൻ വന്നത് തന്നെ. 2004 ഇതേ കണക്ക് തിരുവനന്തപുരത്ത് ഇന്ദിരാഗാന്ധി പ്ലാനറ്റേറിയത്തിൽ കള്ളു കൊടുത്ത് കാശ് കൊടുത്ത് ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വാഹനം അടിച്ചു തകർത്തുവന്ന് ശരചന്ദ്ര പ്രസാദ് കൊണ്ട് എന്റെ മുണ്ട് വലിച്ചൊഴിഞ്ഞു. ഇന്ന് മുണ്ടിനാ വന്ന മുണ്ടിയാണ് വേറൊന്ന് കൊണ്ടുവന്നു സ്പെയർ ചോദിച്ചാൽ അടിച്ചും കൊടുക്കാൻ ബാഗ് കൊണ്ടുവന്നു. ഒരു മുണ്ടും കൂടെ കൊണ്ടുവന്നു. എനിക്കറിയാം ആരാ പറഞ്ഞു വിട്ട പുള്ളിയുടെ ഉദ്ദേശം ഉണ്ടാകും അറിയാം. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികളുണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, അതുകൊണ്ട് എല്ലാ തവണയും ഞാൻ ഇടുന്നതിന് അടിയിൽ ഒന്നും കൂടെ ഇട്ടിട്ടാവുന്ന കാര്യം അടിച്ച് പറഞ്ഞു വിട്ട ആളെ എനിക്കറിയാം. അപ്പൊ വരുന്ന ആളുടെ ജോലി എനിക്കറിയാം. അപ്പോ അവരടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്റെ മുട്ട പകരം മുണ്ടില്ലാതിരിക്കണല്ലോ. ഒരു മുണ്ടും കൂടെ കരുതി, ഒരു ഉടുപ്പും കരുതി. തന്റെ മുണ്ടെന്തിയെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ പിള്ളേ ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. പേടിക്കണ്ടേ, നിങ്ങൾക്ക് അത് മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. ജീവിച്ചിരുന്നാൽ നാളെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രശ്നം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താനെ വിജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കാൻ പാർട്ടി കണ്ടെത്തിയ സുരക്ഷിത മണ്ഡലമായിരുന്നു തലശ്ശേരി. അന്നത്തെ ഉത്തര കേരള ബന്ധം കാരണം ഇടയ്ക്കിടെ വടക്കൻ കേരളത്തിൽ പോകാറുള്ള ഉണ്ണിത്താൻ കോടിയേരിക്കും പിണറായിക്കും എതിരെ എരിവോടെ ചിലത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ നിന്ന് സോളാർ സമരത്തിനു വന്ന CPMകാർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്നേഹിച്ചതാണ് ഉണ്ണിത്താന് കിട്ടിയ മറ്റൊരു മർദ്ദനം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. അച്ചോ, ഞാൻ പെട്ടി പിടിച്ച് കൂളായിട്ട് കിടന്നു. ദിവസം വന്ന് 2-3 ഇടി മുതുകത്തിരിച്ചു. എന്റെ അച്ചോ, അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, ഒരുപാട് ഉദ്രവിച്ച് എന്റെ ബാഗൊക്കെ പോയി. ഇഡ്ഡലിയുണ്ട്, മുതുകത്ത് ഇഡ്ഡലിയുണ്ട്. എന്റെ അച്ചോ, അധികം ദേഹം ഇളക്കണ്ട. ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. പോടാ തല്ലുള്ളി. കോൺഗ്രസിൻ്റെ ജന്മദിനമായ ഇന്ന് AK ആന്റണിയുടെ ജന്മദിനം കൂടിയായിരുന്നു. ഡൽഹിയിലും ഇവിടെ എല്ലാ ജില്ലകളിലും ജന്മദിനാഘോഷം നടക്കുന്നതിനിടെയായിരുന്നു കോൺഗ്രസ് സംസ്കാരത്തിന് മകുടം ചാർത്തിയ തല്ലുത്സവം. മുരളീധരനെയും ഉണ്ണിത്താനെയും തള്ളാതെ നേതാക്കളുടെ പ്രതികരണം വന്നുവെന്നു മാത്രമല്ല, മുരളീധരനെ ഉമ്മൻചാണ്ടി ക്യാമ്പ് പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തു. പരസ്യ പ്രതികരണത്തിന് വിലക്ക് വന്നതോടെ പാർട്ടിയിൽ താൽക്കാലിക വെടിനിർത്തലായി. നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് കോൺഗ്രസിൻ്റെ 132ാമത് ജന്മദിനമാണ്. ചിരിച്ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ തിരയോ തുടി തുടിയോ നീ തൊടുതോടെ തൊടുക്കുന്നു തിരുവാതിരയോ പെണ്ണിൻ കൂനുപോലെ തിന്നും കോലനീന കഴുകിന്റെ മുത്താര മുത്തായ മുത്തുമലക്കാറ്റയോ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ജന്മദിനം കോൺഗ്രസിൻ്റെ ജന്മദിനത്തിൽ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ ജാതിയും മതവും എല്ലാം കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ് ജന്മദിനത്തിൽ ജനിച്ചത് തന്നെയാണ്
എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദകരമായ ചിരി ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ പെണ്ണിൻ കുനുകുന ചിന്നൊരു കുറുനീര തഴുകന്റെ മുത്താരം മുത്തായ മുത്തുമലക്കാറ്റയോ. സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. ചിലപ്പോഴെല്ലാം മനപ്രയാസമുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷവും ദുഃഖവും കൂടി ചേർന്നതല്ലേ. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ കാര്യങ്ങൾ എനിക്ക് വളരെ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച വേദനിപ്പിച്ച സംഭവങ്ങളാണ്. അത് ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകന്മാരും ശ്രമിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ശരി, കാണാം. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാല് വെച്ച ഭൂമിയും കുഴിഞ്ഞു താണുപോയി. കണ്ടു നിന്നതൊക്കെ ഇന്നു മെല്ലെ മാഞ്ഞു മാഞ്ഞുപോയി. വിരിഞ്ഞ പൂമരം കൊഴിഞ്ഞു വീണുപോയി. ഇവിടെ വന്നു. എൻ്റെ വാഹനം ഏതാണ്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അതിന് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ആ വാഹനം നിങ്ങൾ കാണണം. ഞാൻ കൊല്ലം ജില്ലയിൽ അനുയായികളില്ലാത്തൊരു നേതാവല്ല. എനിക്കിതിന് പ്രതികരിക്കാൻ നന്നായിട്ടറിയാം. പക്ഷേ അത് കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല, പാരമ്പര്യമല്ല, പൈതൃകമല്ല. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജന്മദിനമാണ്. ശ്രീ ആൻ്റണിയുടെ ജന്മദിനമാണ്. ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ഉത്സവമാണ്. ആ ഉത്സവം ആഘോഷിക്കാൻ വന്നപ്പോഴാണ് എടുത്തു വെച്ചതൊക്കെ ഇന്ന് താഴെ വീണുപോയി. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഞാൻ പറഞ്ഞൊരു കാര്യം, ഉമ്മൻചാണ്ടിയെ പോലത്തെ നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതൊരു യാഥാർത്ഥ്യമല്ലേ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം ഗ്രൂപ്പ് മാറിയെന്നാണോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത പല വ്യാഖ്യാനങ്ങളുണ്ടായി. അതിനേക്കാൾ ദൗർഭാഗ്യകരമായിട്ട് വ്യക്തിപരമായി വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളുണ്ടായി. അതൊക്കെ ഒഴിവാക്കണ്ടായിരുന്നു. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ട. എന്നിട്ട് നീ എന്നെ സോറി ടോണിത്താൻ ചേട്ടാ. വിമർശനങ്ങളെല്ലാം എതിർപ്പുകളായിട്ട് ആരും കാണേണ്ടതില്ല. വിമർശനങ്ങൾ പലപ്പോഴും ശക്തിപ്പെടുത്താൻ, സ്വയം വിമർശനം പോലും നമുക്കാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അത് ആരെയെങ്കിലും കുറ്റപ്പെടുത്താനല്ല. വിവാദപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നു. ഏതായാലും അത്തരം അഭിപ്രായ പ്രകടനങ്ങളോ വിവാദ പ്രസ്താവനകളോ തീർത്തും ഒഴിവാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആരെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കാനല്ല, പക്ഷേ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. ഇതിൻ്റെയൊക്കെ പിന്നിൽ പല ചരടുവലികളും കാണാം. ബൂത്ത് ചലിച്ചാൽ മാത്രമേ പാർട്ടി ചലിക്കൂ. അതുകൊണ്ട് ബൂത്ത് ചലിക്കണം, പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തണം. നിലവിലുള്ള പ്രവർത്തനം തൃപ്തികരമല്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ ഒരു പോസിറ്റീവായി കാണുന്നതിന് പകരം ചിലർ നെഗറ്റീവായിട്ട് കാണും. അതാണൊരു വൾഗർ സിറ്റുവേഷൻ ഉണ്ടായി. അതുണ്ടാവാൻ പാടില്ലായിരുന്നു. അത് നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിച്ചില്ല. ഞാൻ ആരെയും കുറിച്ചൊന്നും പറയല്ല. മറ്റേ പണിയായി പോയല്ലേ, അങ്ങാടി തോറ്റത്തിന് അമ്മയോടോ. അടുത്ത വർഷം കോൺഗ്രസിനും കേരളത്തിലെ കോൺഗ്രസിനും ഇന്ത്യയിലെ കോൺഗ്രസിനും കൂടുതൽ നേട്ടങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വർഷമായിരിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. അതിനുവേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവരുടെ പങ്ക് വഹിക്കണം. അതിനായിരിക്കണം ശ്രദ്ധിക്കണം. അതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഇടപെട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ ആണ്ടവാ.
പഴയ രൂക്ഷമായ ഗ്രൂപ്പ് യുദ്ധകാലത്ത് നിന്ന് മോചനം നേടിയ കേരളത്തിലെ കോൺഗ്രസിന് 2016 അത്ര നല്ല കാലം ആയിരുന്നില്ല. തെരുവിലേക്ക് പടർന്ന ഗ്രൂപ്പ് യുദ്ധം തിരികെ എത്തിയതാണ് 2016 അന്ത്യദിനങ്ങളിൽ കണ്ടത്. അപ്പുറത്ത് CPM-ലും കാര്യങ്ങളത്ര പരസ്യമായിട്ട് ഇല്ലെന്നേ ഉള്ളൂ. AK ആന്റണി ആശംസിച്ച പോലെ 2017 കോൺഗ്രസിന് നല്ല കാലമാകട്ടെ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ജോർജിൻ്റെ സുവിശേഷങ്ങൾ. അത് ഐസക് മാറിക്കോട്ടെ. ഐസക് ഉയർത്തി കാട്ടരുത് കണ്ട് എനിക്ക് ഉയർത്താതിരിക്കാൻ പറ്റുമോ? ഐസക് മാത്രം ഉയർത്തത്തുള്ളൂ. ഓ അനിയൻ അങ്ങനെയല്ല, ഐസക് ഉയർത്തത്തുള്ളൂ, വേറെ ആർക്കും ഉയർത്താൻ മേല. ഞാനൊരു പാവമാണ്.